എടി ദുഷ്ടകളെ, നിങ്ങൾ എന്തൊരു പണിയാടി കാണിച്ചേ? അയ്യോ സോറിടി, പെട്ടെന്ന് ആ വെപ്രാളത്തില് ഏട്ടനെ കണ്ട് പേടിച്ച് എനിക്ക് ആ വെപ്രാളത്തില് നീ ആ റൂമിലുള്ള കാര്യേ ഓർമ്മ വന്നില്ല. എടി, ഇവളുടെ ഏട്ടൻ ആ റൂമിലേക്ക് വരുന്നത് കണ്ടപ്പോ തന്നെ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ, എടീ ഓടിക്കോ, എസ്കേപ്പ് ആയിക്കോന്ന്. നീ പറഞ്ഞല്ലതൊക്കെ ശരിയാണ്, പക്ഷെ എനിക്കൊരു ഗ്യാപ്പ് കിട്ടണ്ടേടി. അതിനി ഏതായാലും സാരല്ലടി, എന്റെ ഏട്ടനല്ലേ. ഒന്ന് പോടി കഴുതേ, നിനക്കറിയാവുന്നതല്ലേ നിന്റെ ഏട്ടനെ കാണുമ്പോ തന്നെ എന്റെ കൈയും കാലും വിറക്കൊന്ന്. എന്നിട്ട് അതിന് മാത്രം എന്തേ സംഭവിച്ചു? ഏയ്, ഒന്നും സംഭവിച്ചിട്ടില്ല. നിന്റെ ഏട്ടൻ നേരെ മുന്നിൽ വന്ന് നിന്നിട്ട് എന്താ എന്റെ റൂമിൽ കാര്യം എന്ന് ചോദിച്ചു. നിന്റെ ഏട്ടനെ കണ്ടപ്പോ തന്നെ എന്റെ സകല കൺട്രോളും പോയി. ഞാൻ എന്തൊക്കെയോ ബബ്ബ പഠിച്ച് രക്ഷപ്പെട്ടു. ബബ്ബ പഠിച്ചെന്നോ? എന്ത് പറഞ്ഞാ നീ രക്ഷപ്പെട്ടെ? എന്റെ അമ്മോ, ബുക്സ് തെരഞ്ഞു വന്നതെന്നാ ഞാൻ പറഞ്ഞേ. അത് കൊള്ള, അത് നല്ല ഐഡിയ ആയിപ്പോയി. ഒന്ന് പോടി. അയ്യോ എൻ്റെ അമ്മേ, എൻ്റെ അപ്പോഴത്തെ അവസ്ഥ എനിക്കിപ്പോ ആലോചിക്കാനേ വയ്യ. അതിനെന്താ നീ ഇങ്ങനെ ഓവർ റിയാക്ട് ചെയ്യുന്നേ? നിനക്കിപ്പോ എന്താ പ്രശ്നം? എനിക്കറിയില്ലടി, ഞാൻ പറഞ്ഞതല്ലേ, ഇവളുടെ ഏട്ടനെ കാണുമ്പോ എനിക്ക് പേടിയാ. എന്റെ ഏട്ടൻ നിന്നെ പിടിച്ച് തിന്നൊന്നുമില്ല, നീ ഇങ്ങനെ ഇത്രത്തോളം പേടിക്കാന്. അതെ അതെ, അത് നീ പറഞ്ഞത് കറക്റ്റാ. ഇവൾക്ക് എന്താ ഇത്ര ഒരു പേടി? ആട്ടെ, കൂടുതൽ നേരം നീയല്ലേ റൂം സെർച്ച് ചെയ്തേ, എന്നിട്ട് എന്തെങ്കിലും തുമ്പ് നിനക്ക് കിട്ടിയോ? തുമ്പൊക്കെ കിട്ടിയിരുന്നടി. നീ പറഞ്ഞ ആ തുമ്പില്ലേ, ആ തുമ്പിന്റെ അടുത്തെത്തിയപ്പോഴാ നിന്റെ ഏട്ടൻ മുന്നിൽ വന്ന് അവതരിച്ചത്. എന്ത്, തുമ്പ് കിട്ടിയെന്നോ? അതെ, തുമ്പ് കിട്ടിയില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ. നീ എന്തൊക്കെയാ പറയുന്നേ? ഒന്ന് തെളിച്ച് പറയടി. എടി, ഞാൻ ആ ഷെൽഫിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയതാ, അപ്പോ ഒരു ഡയറി എന്റെ കൈ കിട്ടി. ആ ഡയറിയോ? ഡയറി? അതെ, ഡയറി, നിന്റെ ഏട്ടന്റെ ഡയറി. എടീ മോളെ, എന്നിട്ട് എന്തെങ്കിലും നീ കണ്ടോ? അതിനെങ്ങനെയാ, നോക്കാൻ സമയം വേണ്ടേ? അപ്പോഴേക്കും വന്നില്ലേ. അപ്പൊ ഡയറി കൈ കിട്ടിട്ടും നീ അതൊന്ന് മറിച്ചു നോക്കൊന്നും ചെയ്തില്ല? മറിച്ചു നോക്കല്, ഡയറി കൈ കിട്ടി അതൊന്ന് വായിച്ചു നോക്കാലോന്ന് കരുതി കയ്യിലെടുത്തതേ ഉള്ളൂ. അപ്പോഴാ നീ പറഞ്ഞത്, ഡീ രക്ഷപ്പെട്ടോടി, ഓടിക്കോന്ന്. ആ സമയത്ത് ഞാൻ ഡയറി നോക്കാതിരിക്കാൻ വേണ്ടത്, അതോ രക്ഷപ്പെടായിരുന്നോ വേണ്ടത്? ഏതായാലും രണ്ടും നടന്നില്ലല്ലോ. ഏട്ടന്റെ മുന്നിലാണെങ്കിൽ ചെന്ന് ചാടി കൊടുക്കുകയും ചെയ്തു. ഇനി എന്നോട് ചോദിക്കോ, നിന്റെ ഫ്രണ്ട്സുകളൊക്കെ എന്തിനാ എന്റെ റൂമിലേക്ക് കൊണ്ടുവന്നേന്ന്? അപ്പൊ ഞാൻ എന്റെ മറുപടി കൊടുക്കും. എന്റെ ദൈവമേ. അങ്ങനെയൊന്നും നിന്റെ ഏട്ടൻ ചോദിക്കാൻ പോകുന്നില്ല. നിന്റെ ഏട്ടൻ എന്നോട് പഠിക്കാനാ പറഞ്ഞത്. എന്ത് പഠിക്കാനോ? അതെ, എന്റെ മാർക്ക് ലിസ്റ്റൊക്കെ തപ്പിയെടുത്ത് നോക്കിക്കൂടെന്ന് തോന്നുന്നു. എന്റെ മാർക്ക് കുറവാണെന്നും നല്ലോണം പഠിക്കണമെന്നും എന്നോട് പറഞ്ഞു. അതെന്താ നിന്നോട് മാത്രം പഠിക്കണമെന്നും മാർക്ക് കുറവാണെന്നൊക്കെ പറഞ്ഞേ? ഇതിനു മുമ്പൊക്കെ അവളുടെ ഏട്ടനെ കണ്ടപ്പോ ഒന്നും അവളുടെ ഏട്ടൻ ഇങ്ങനത്തെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്നോടൊന്നും. എനിക്കറിയില്ല, എന്നോട് പറഞ്ഞു. ആട്ടെ, എന്താ പറഞ്ഞേ? എന്നോട് പറഞ്ഞു നിനക്ക് മാർക്ക് കുറവാണെന്നും നീ ശ്രദ്ധിക്കണമെന്നും പറഞ്ഞു. പിന്നെ ട്യൂഷൻ സെന്ററിന്റെ കാര്യമാണ് പറഞ്ഞത്. നിന്റെ ഏട്ടനും അവിടെ അല്ലേ പഠിക്കുന്നേ? അവിടെ നല്ല ട്യൂഷൻ സെന്റർ ആണെന്നും ഒത്തിരി പഠിപ്പിക്കുമെന്നും പറഞ്ഞു. എടി ലച്ചു, എന്തോ മണക്കുന്നുണ്ടല്ലോടി. എനിക്കിപ്പോ ചെറുതായിട്ടൊക്കെ മണക്കുന്നുണ്ട്. എന്തോ നിങ്ങൾക്കൊക്കെ മണക്കുന്നേ? ഒന്നുമില്ലടി പൊട്ടിക്കാളി. നോക്കാം നമുക്ക് എവിടെ വരെ പോകുന്നെന്ന്. നിങ്ങൾ എന്തൊക്കെയായി പറഞ്ഞു വരുന്നടി? ഒന്നുമില്ലടി, ഇവളുടെ ഏട്ടന് നിന്നോടെന്തോ സ്പെഷ്യൽ സോഫ്റ്റ് കോർണർ ഉണ്ടോ എന്നൊരു സംശയം. അതെ, ആ സംശയം തന്നെ എനിക്കും ഇല്ലാതില്ല. അങ്ങനെയൊന്നുമില്ല. നീ ഓരോന്ന് വായി തോന്നിയത് പറയാതെ ഒന്നും മിണ്ടാതിരുന്നേടി. അല്ല, ഞാൻ ഒരുപാട് ശ്രദ്ധിക്കുന്നുണ്ട്. അവളുടെ ഏട്ടനെ കാണുമ്പോഴും അവളുടെ ഏട്ടന്റെ കാര്യം പറയുമ്പോഴും നിന്റെ കൈയും കായും വിറക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് സമയങ്ങളായി. എന്താടി, നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും കെമിസ്ട്രി വർക്കൗട്ട് ആവുന്നുണ്ടോ? ഒന്ന് പോടി അവിടുന്ന്. നിനക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. വേറെ ആരും ഇല്ലായിട്ടാ നിന്റെ ഏട്ടൻ. നമുക്ക് നോക്കാം ഏതുവരെ പോകുന്നു എന്ന്. അതെ. അതൊക്കെ പോട്ടെ, നാളെയല്ലേ ട്യൂഷൻ സെന്ററിന്റെ ഫസ്റ്റ് ക്ലാസ്? അതെ, എന്താ അവസ്ഥ എന്ന് കണ്ടറിയാം. എടി, നാളെ 8 മണിക്കല്ലേ ക്ലാസ് എന്ന് പറഞ്ഞേ? അതെ, നിങ്ങൾ രണ്ടുപേരും 8 മണിയാകുമ്പോ തന്നെ നേരത്തെ അങ്ങോട്ട് എത്തിക്കോണേ. നാളെ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ലേറ്റ് ആയി വന്നാ ആ ദിവസം തന്നെ പോയി കിട്ടും. കുറച്ച് നേരത്തെ വന്നാ നമുക്ക് ആ ചുറ്റുപാടൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കാലോ. മാത്രല്ല പുതിയ പിള്ളേരെയും കാണാം. അതെ, പുതിയ പിള്ളേരൊക്കെ ഉണ്ടാവും. നിന്റെ ചാട്ട എങ്ങോട്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നൊക്കെ ഉണ്ട്. ഒന്ന് പോടി, ഇതൊക്കെയല്ലേ എൻജോയ്മെന്റ്. അതെ, എന്റെ കൂടെ ഞാനുണ്ടടി. നമുക്ക് ഒരുമിച്ച് വായി നോക്കാം. ഒന്ന് പോടി, വായി നോക്കാനൊന്നും എന്നെ കിട്ടില്ല. എല്ലാവരെയൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കണം, അത്രേ ഉള്ളൂ.
ഹേ, ഒന്ന് പോടി. നീ എന്നെയാ പറ്റിക്കുന്നേ? നീ ആരാണെന്ന് എനിക്ക് നല്ലോണം അറിയാം. അതുകൊണ്ട് നീ കൂടുതൽ ഡയലോഗൊന്നും ഇങ്ങോട്ട് അടിക്കാൻ നിൽക്കണ്ട. ദേ നോക്ക്, എന്തെങ്കിലും തരികിട ഒപ്പിച്ചു കഴിഞ്ഞാൽ എന്നെ കൂട്ടിന് വിളിക്കാൻ നിൽക്കരുത്. ഒന്ന് പോടി. ഞാൻ ക്ലാസ്സിൽ വളരെ ഡീസൻറ്റും നല്ല നീറ്റുള്ള കുട്ടിയായിരിക്കും. ആ, നമുക്ക് കാണാം. അപ്പോൾ ഓക്കേടി, നാളെ 8 മണിക്ക് മുമ്പായിട്ട് എത്തണേ എല്ലാവരും, മറക്കണ്ട. ഓക്കേടി. ഹോ, ട്യൂഷൻ ക്ലാസ് എത്തി. എവിടെ ഇവിടെ ഒരുപാട് ക്ലാസ് ഉണ്ടല്ലോടി. ഇതിൽ നമ്മുടെ ക്ലാസ് ഏതാണെന്ന് എങ്ങനെ അറിയും? നീ പറഞ്ഞത് ശരിയാണല്ലോ, സയൻസിൽ തന്നെ ഒരുപാട് ക്ലാസ് ഉണ്ട്. അവൾമാർ രണ്ടുപേരും കൊമേഴ്സിനല്ലേ ചേർന്നിരിക്കുന്നേ? ആ, കൊമേഴ്സ് ക്ലാസ് കണ്ടു. ദേ ഇതാണെന്ന് തോന്നുന്നു. പക്ഷേ നമ്മുടെ ക്ലാസ് മാത്രം സയൻസ് ഗ്രൂപ്പിൽ. ടെൻഷൻ ആവണ്ടടി, നമുക്കിവിടെ ചോദിച്ചു നോക്കാം. ദേ അവിടെ രണ്ടുപേരും നിൽക്കുന്നുണ്ട്, നമുക്ക് അവരോടൊന്ന് ചോദിച്ചു നോക്കിയാലോ? ആ അതെ അതെ, അവരോടൊന്ന് ചോദിച്ചു നോക്കാം. ഹലോ, ഹായ്. ദേടാ നോക്കിയേ, 2 പെൺപിള്ളേര് നമ്മുടെ അടുത്തേക്ക് വരുന്നത്. ഹലോ, സയൻസ് ക്ലാസ്സിലേക്കുള്ള വഴി ഏതിലെന്നറിയോ? പിന്നെ അറിയാതെ, ഞങ്ങളും സയൻസ് ക്ലാസ്സിലേക്കാ. അപ്പം നിങ്ങളും വഴി അറിയാതെ നിൽക്കുവാണോ? അല്ലല്ല, ഞങ്ങളിത് അവിടെ വെറുതെ സംസാരിച്ചിരിക്കുന്നു. ക്ലാസ് ഇതാ ദേ കാണുന്ന 2ാമത്തെ റൂമാ. ഓ താങ്ക് യു, വളരെ ഉപകാരം കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും ഇതുവരെ തിരഞ്ഞിട്ട് സയൻസ് ക്ലാസ് കണ്ടില്ല, കൊമേഴ്സ് ക്ലാസ്സാണ് കണ്ടത്. പറഞ്ഞു തന്നതിന് താങ്ക്സ് കേട്ടോ. ഓ ഇറ്റ്സ് ഓക്കെ. എനിക്ക് വാടി, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ ഡി. എൻ്റെ അമ്മോ, എന്തൊരു ഭംഗിയാ കുട്ടിയെ കാണാൻ. ഏത് കുട്ടിയെ കാണാൻ? അതിൽ 2 കുട്ടികളുണ്ടല്ലോ. എടാ, എന്നോട് സയൻസ് ക്ലാസ്സിലേക്കുള്ള വഴി ചോദിച്ചില്ലേ, ആ കുട്ടിയെ കാണാൻ. ആ കുട്ടിയെ കാണാൻ അത്രയ്ക്ക് ഭംഗിയൊക്കെ ഉണ്ടോ? എനിക്ക് തോന്നിയില്ലല്ലോ. അത് നീ ശ്രദ്ധിക്കായിട്ടാ, എനിക്കിഷ്ടപ്പെട്ടു. ആട്ടെ, വീട്ടിൽ നിന്ന് പോരുമ്പോൾ ഇതൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പം എന്താ ആ പെണ്ണിനെ കണ്ടിട്ടുള്ള ഇളക്കം? എന്താണെന്നറിയില്ലടാ, പെട്ടെന്ന് അവളെൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ നെഞ്ഞൊക്കെ ടപ്പ് ടപ്പ് നടിക്കണ പോലെ, എൻ്റെ ഹാർട്ട് ബീറ്റൊക്കെ കൂടാൻ തുടങ്ങിയ പോലെ ഒരു സംശയം. എൻ്റെ മോനെ സണ്ണിക്കുട്ടാ, ഇത് വേണോടാ, അതും ഫസ്റ്റ് ഡേ തന്നെ. നീ ഒന്ന് പോടാ, ഞാൻ എൻ്റെ മനസ്സിലുള്ള കാര്യം നിന്നോട് പറഞ്ഞതല്ലേ ഉള്ളൂ. ഒരു പെണ്ണ് വന്ന് ക്ലാസ് റൂം ചോദിച്ചപ്പോഴേക്കും അവൻ്റെ ഹൃദയം ഒന്ന് പെടഞ്ഞു പോയിത്രേ. ഇത്രയുള്ളൂടാ നിന്റെ ഹൃദയത്തിൻ്റെ കപ്പാസിറ്റി. നീ ഒന്ന് പോയടാ, അവളെ കണ്ട് ഇഷ്ടപ്പെട്ട കാര്യമല്ലേ നിന്നോട് ഞാൻ പറഞ്ഞേ. ഏതായാലും നമ്മുടെ ക്ലാസ് തന്നെ, എനിക്കൊന്ന് സംസാരിക്കണം. വെറുതെ പേരൊക്കെ ഒന്ന് ചോദിച്ചറിയാലോ. നടക്കട്ടെ. നീ ഒന്ന് പോടാ, കളിയാക്കാതെ. ഞാനാരെയും കളിയാക്കുന്നില്ലേ, നമ്മളൊക്കെ ആര് പാവങ്ങൾ. ഓ ആയിക്കോട്ടെ. എങ്കിൽ നടക്ക്, ക്ലാസ്സിലോട്ട് നടക്ക്.